മെർസിഡീസ് ബെൻസ് ഒരു അസാധാരണമായ ജർമ്മൻ ലക്ഷറി ബ്രാൻഡാണ്. പക്ഷെ അതിനെപ്പോലും സാധാരണമെന്ന് തോന്നിപ്പിക്കാവുന്ന മറ്റൊരു ജർമ്മൻ ബ്രാൻഡ് ഉണ്ട്. ഓഫ് കോഴ്സ് മെയ്ബാക്ക്. മെർസിഡീസ് ബെൻസിന്റെ ലക്ഷറി എടുത്ത് അതിനെ മറ്റൊരു തലത്തിൽ എത്തിക്കാൻ കേൾപ്പുള്ള ബ്രാൻഡാണ് മെയ്ബാക്ക്. രണ്ട് ബ്രാൻഡുകളും ജർമ്മൻ ക്ലാസിക്സ് ആണ്. മെർസിഡീസ് ബെൻസിന് 140 വർഷത്തെ പഴക്കമുണ്ടെങ്കിൽ മെയ്ബാക്കിന് കൊണ്ട് 117 കൊല്ലത്തെ ചരിത്രം. ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്നത് മെർസിഡീസ് മെയ്ബാക്കിന്റെ S680 എന്ന മോഡലാണ്. അതായത് മെർസിഡീസ് എസ് ക്ലാസിന്റെ മെയ്ബാക്ക് ആവിഷ്കാരം. റിവ്യൂ തുടങ്ങും മുമ്പ് ഒരു കാര്യം സെറ്റിൽ ചെയ്യാനുണ്ട്. ഈ പേരെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? ഇംഗ്ലീഷിലാണെങ്കിൽ മെയ്ബാക്ക് എന്ന് പറഞ്ഞാലും മതി, പെർഫെക്റ്റ് ആണ്. പക്ഷേ ജർമ്മനിൽ മൈബാക്ക് എന്നാണ് പറയുക. അപ്പൊ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ അല്പം ജർമ്മനാകാൻ പോവാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ റിവ്യൂ മെർസിഡീസ് മൈബാക്ക് S680. ലെറ്റ്സ് ഗോ. അപ്പൊ ഇതാണ് പവർ സെന്റർ, റിസർവ്ഡ് ഫോർ ദ മില്യനെയർ ഓർ ബില്യനെയർ. ഇവിടെയാണ് ശരിക്കും സുഖസൗകര്യങ്ങളുടെ കൂടാരം, അതിൻ്റെ കേന്ദ്രം. ഈ രണ്ട് സീറ്റുകളും റിക്ലൈൻ ചെയ്യാം, നന്നായി ചായ. പക്ഷേ ഈ സീറ്റ് കുറച്ച് കൂടുതൽ പറ്റും, കാരണം കാല് നീട്ടി വെക്കാൻ സ്പേസ് ഉണ്ട്. ഈ ഫ്രണ്ടിലത്തെ സീറ്റ് അതുപോലെ മറിഞ്ഞ് ഫോൾഡ് ചെയ്തങ്ങ് പോകും. പക്ഷേ ഈ സൈഡിൽ അത് പറ്റില്ല. ഡ്രൈവർ സീറ്റ് അങ്ങനെ ഒതുക്കി വെക്കാൻ പറ്റില്ലല്ലോ. ഈ രണ്ട് വാതിലുകളെയും വിളിക്കുന്നത് കംഫർട്ട് ഡോർസ് എന്നാണ്. ഒരു ടച്ച് ഓഫ് എ ബട്ടണിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം. ഇൻഫാക്ട് ഈ ഒരു ക്യാബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു ഫ്രേസ് ഉണ്ട്, ഓയസിസ് ഓഫ് ട്രാങ്ക്വിലിറ്റി, പ്രശാന്തതയുടെ മരുപ്പച്ച. ഇവരുടെ തന്നെ ബ്രോഷറിൽ നിന്ന് എടുത്തതാണ്. പക്ഷെ ഇത്രയും നന്നായി ഈ ഒരു ക്യാബിനെ വർണ്ണിക്കാൻ വേറൊരു പദപ്രയോഗം ഇല്ല. മൈബാക്കിലെ ലക്ഷറി എന്ന് പറയുന്നത് ഓർഡിനറി ടു എക്സ്ട്രോർഡിനറി ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ ശരിക്കും മേജർ ആയിട്ടുള്ളത് വരെ. അതേ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാറിലും കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇതിലും ഉണ്ട് 2 എണ്ണം. ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. ഇൻഫാക്ട് ഫോർ എ കപ്പ് ഓഫ് കോഫി ഓർ ഒരു കൂൾ ഡ്രിങ്കിൻ്റെ എന്തെങ്കിലും ആവാം. കാരണം ഇതിനകത്ത് നമുക്ക് ഹീറ്റിങ്ങും കൂളിങ്ങും ചൂസ് ചെയ്യാം കപ്പ് ഹോൾഡേഴ്സിൽ. പിന്നെ കഴിക്കാനുള്ള ട്രേയും റെഫ്രിജറേഷൻ സ്പേസും ഒക്കെ ഏതൊരു ആഡംബര വാഹനത്തിൽ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ കരുതലിൻ്റെ ഒരു നല്ല ചെറിയൊരു എക്സാമ്പിൾ ഉണ്ട്. അതായത് നമ്മൾ ഫ്രണ്ടിലിരിക്കുന്നയാള് ഡ്രൈവർ പതുക്കെ ഗ്ലവ് ബോക്സിലോട്ട് കൈ നീട്ടുകയോ അല്ലെങ്കിൽ ഇവിടെ പുറകിലിരിക്കുന്നയാൾ ഇവിടെ എന്തെങ്കിലും എടുക്കാനായിട്ട് കൈ നീട്ടിയാൽ മതി. ആ സ്ഥലത്തേക്കുള്ള വെളിച്ചം ഓണാവും ഓട്ടോമാറ്റിക്കലി. അതായത് ശരിക്കും എന്താണ് നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന ഒരു അറ്റൻഡന്റിനെ പോലെയാണ് മൈബാക്ക്. മൈബാക്ക് S680 പ്രശാന്തതയുടെ പറുദീസയാണെന്ന് പറഞ്ഞല്ലോ. ഈ ക്യാബിനിൽ നിശബ്ദതയുടെ ലക്ഷറി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. എന്തിനാ? ഇതിന്റെ എഞ്ചിന്റെ ശബ്ദം പോലും കേൾക്കാനില്ല. അതും നമ്മൾ പറയുന്നത് ഒരു 6 ലിറ്റർ 12 സിലിണ്ടർ ഗർജിക്കുന്ന എഞ്ചിന്റെ കാര്യമാണ്. പക്ഷേ ഈ ഒരു പവർ പോലും, ആ എഞ്ചിന്റെ കരുത്ത് പോലും ഇതിലെ ഫസ്റ്റ് ക്ലാസ് ട്രാവലേഴ്സിന് ഒരു അലോസരം ഉണ്ടാക്കരുത് എന്ന് മൈബാക്കിന് നിർബന്ധമുണ്ട്. അതിനെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഡൈനമിക് മോഡ്സിൽ ഒരു മോഡുണ്ട്, മൈബാക്ക് കംഫർട്ട് ഉണ്ട്. പക്ഷെ അത് കൂടാതെ മൈബാക്ക് കംഫർട്ട് എന്ന് പറയുന്നൊരു മോഡുണ്ട്. അത് അമർത്തി കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കുക. പിന്നെ ഫസ്റ്റ് ഗിയറിലല്ല അത് മുമ്പോട്ട് ഉരുളുക, ആദ്യം സെക്കൻഡ് ഗിയറിലാണ്. ഇത് നാട്ടിലെ വെറ്ററൻ ഡ്രൈവേഴ്സ്, പണ്ട് സീസൺഡ് ഡ്രൈവേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടെക്നിക്കായിരുന്നു. അതായത് നമ്മൾ ചെറിയൊരു ഇൻക്ലൈനിലാണെന്നുണ്ടെങ്കിൽ വണ്ടി ഉരുണ്ട് തുടങ്ങിയാൽ പിന്നെ ഫസ്റ്റിൽ ഇടണ്ട, സെക്കൻഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടാം, സ്മൂത്ത് ആയിട്ട് പോകുന്നത്. അതാണ് മൈബാക്ക് ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ആ ഫസ്റ്റ് ഗിയറിന്റെ പവറും ആ ജെർക്കും ജോൾട്ടും ഈ ഫസ്റ്റ് ക്ലാസ് ട്രാവലേഴ്സിനെ ബാധിക്കാതെ സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുക്കുക. എന്തൊരു തോട്ടാണല്ലേ, പ്രൈസ്ലെസ്. കാരണം ഈ കാർ ഇതിന്റെ 621 ഹോഴ്സ് പവറിനെ പറ്റിയോ 900 ന്യൂട്ടൺ മീറ്റർ ടോർക്കിനെ പറ്റിയോ V12 എഞ്ചിന്റെ ഗംഭീര ശബ്ദത്തെ പറ്റിയോ ഒന്നുമല്ല. അതിന്റെ സ്മൂത്ത് ആൻഡ് ക്വയറ്റ് റൈഡിനെ പറ്റിയാണ്. എയർ സസ്പെൻഷൻസ് ആയതുകൊണ്ട് ഡ്രൈവ് കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ ഉയരുകയും താഴുകയും ചെയ്യും. ഇതിന്റെ ഷോക്ക് അബ്സോർബേഴ്സ് ആണെങ്കിലും മാജിക് ആണ്. അതായത് ശരിക്കും ബമ്പ് കയറുമ്പോഴും കുണ്ടിൽ വീഴുമ്പോഴും ഒക്കെ സാധാരണഗതിയിൽ ആഡംബര കാറുകൾ ഇതിങ്ങനെ കുറെ അബ്സോർബ് ചെയ്യും. പക്ഷെ ഞാൻ പറയും മൈബാക്ക് S680 ചെയ്യുന്നത് ഈ ബമ്പുകളും പോട്ട് ഹോളുകളും മറ്റും തുടച്ചു നീക്കുകയാണെന്നാണ്. അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. പുറകിലെ 2 പാസഞ്ചേഴ്സിനും ഓരോ 12.3 ഇഞ്ച് സ്ക്രീൻ ഉണ്ട്. ഇതിൽ എല്ലാ സംഗതികളും കൺട്രോൾ ചെയ്യാം. അതായത് മ്യൂസിക് ആയാലും ഫോൺ ആയാലും നാവിഗേഷൻ ആയാലും ഒക്കെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇതിന്റെ പവർ സെന്റർ. മൈബാക്ക് ഇക്കുറി വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഇതിലെ മെറ്റീരിയൽസ് ചൂസ് ചെയ്തിരിക്കുന്നത്. ലെതർ കഴിയുന്നതും ഒഴിവാക്കിയിട്ടുണ്ട്. പകരം വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അതേ കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു.
Sure, Maybach S680 is about tech as well. പക്ഷേ ഇന്ന് പല കാറുകളിലും കാണുന്നത് പോലെ സ്ക്രീൻ സൈസിലല്ല കാര്യം, അതിൻ്റെ ഇൻ്ററാക്ടിവിറ്റിയിലാണ്. MB.OS മെർസിഡീസ് ബെൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആദ്യമായിട്ടാണ് മൈബാക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ MBUX മെർസിഡീസ് ബെൻസ് യൂസർ എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇൻ്ററാക്റ്റീവ് ആണ്. മാത്രമല്ല ഈ ഒരു ക്യാബിനിലെ മിക്ക ഫങ്ഷൻസും ഈ ഒരു സ്ക്രീനിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം. അത് മ്യൂസിക്കും ഫോണും മറ്റു കാര്യങ്ങളും മാത്രമല്ല, കംഫർട്ട് ഡോസ് ഓപ്പൺ ചെയ്യുന്ന കാര്യം, ബോസ് പുറകിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ അമർത്തി ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്താൽ മതി, തനിയെ ഡോറ് തുറക്കും അടയ്ക്കും. എന്തിന് സൺറൂഫ് തുറക്കാനാണെങ്കിൽ ഇതുവഴി ഇങ്ങനെ ഒന്ന് വിരലോടിച്ചാൽ മതി. Maybach S680 ടെക്ക് ലൈഫ് സിമ്പിളാക്കുന്നു, ഡ്രൈവിംഗ് മനോഹരമാക്കുന്നു. അതായത് ഇതിലെ ഇല്ലസ്ട്രേഷൻസ് നാവിഗേഷൻ്റെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തൊരു ഡീറ്റെയിലാണ്. മാത്രമല്ല ടേൺ ബൈ ടേൺ ഗൈഡൻസ് ആണ്. അതായത് സ്ട്രീറ്റ് നെയിമും റിയൽ ടൈം ആയിട്ടുള്ള വിഷ്വൽ കാണിച്ചുകൊണ്ട് ഏത് റോഡ് എടുക്കണം എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഈ പറയുന്ന മിക്ക ഫങ്ഷൻസും എസ് ക്ലാസ്സിൽ അവൈലബിൾ ആണ് ഷെയർഡ് MBUX പ്ലാറ്റ്ഫോമിലൂടെ. മൈബാക്കിന്റെ സൂപ്പർ ലക്ഷറിയെ സ്നേഹിക്കുന്ന പ്യൂരിറ്റൻസിന് ഒരുപക്ഷെ അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. തനിയെ ഒരു സ്പേസ് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. മൈബാക്കിലെ മ്യൂസിക് ടോപ്പ് ക്ലാസ് ആയിരിക്കും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിൽ മെർസിഡീസ് ബെൻസിന്റെ പ്രിയപ്പെട്ട ബ്രാൻഡായ ബർമിസ്റ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് 1750 വാട്ടിൻ്റെ ഒരു സിസ്റ്റമാണ്, 31 സ്പീക്കേഴ്സ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3D സറൗണ്ട് സൗണ്ട് മാത്രമല്ല, ഇതിൽ 4D എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ 4 പേർക്കും അത് സെപ്പറേറ്റായിട്ട് ചെയ്യാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബ്ദം ഫിസിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ അതിൻ്റെ എസ്പെഷ്യലി അതിൻ്റെ ലോവർ ബേസിലൊക്കെയുള്ള ഫ്രീക്വൻസീസ് നമ്മുടെ സീറ്റിൽ കിട്ടും. അപ്പം നമ്മൾ ശരിക്കും കേൾക്കുക മാത്രമല്ല ആ മ്യൂസിക് നമ്മൾ അനുഭവിക്കുകയാണ് ഒരു ഫിസിക്കൽ ഡയമെൻഷനിലൂടെ. ഭയങ്കര രസമാണ്. ഈ 4 പേരിൽ ആരെ ഫോക്കസ് ചെയ്താണ് മ്യൂസിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നതും ചൂസ് ചെയ്യാം. ഓഫ് കോഴ്സ് ചോയ്സ് VIP. ഇൻഫാക്ട് ഇതിലെ വോയിസ് കമാൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹായ് മൈബാഖ് എന്നല്ല, പകരം ഹേയ് മെർസിഡീസ് എന്നാണ്. ഇത് മൈബാഖ് പ്യൂരിറ്റൻസിന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. മൈബാഖിലെ ക്യാബിൻ ലക്ഷറി എന്ന് പറയുന്നത് അതിന്റെ ഡിസൈനിലും മെറ്റീരിയലിലും ഒക്കെ കാണാൻ പറ്റും. ഈ ഒരു ഡാഷ്ബോർഡിലെ ഡിസൈൻ കണ്ടോ, പിൻ സ്ട്രൈപ്പ് സൂട്ട് പോലെയാണ്. അതുപോലെ തന്നെ ഇത് ഒരു പക്കാ ടാബ്ലറ്റ്, ഒരു നല്ല വലിയ ടാബ്ലറ്റ് പോലെ. ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? 12 സിലിണ്ടർ ഒരു V12 എഞ്ചിൻ ഡ്രൈവ് ചെയ്യുന്ന കാറുകളിൽ വെച്ച് ഡ്രൈവിങ്ങിനെ കുറിച്ച് ഏറ്റവും കുറച്ച് സംസാരിക്കുക ഒരു പക്ഷേ ഈ കാറിനെ കുറിച്ചായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ വിടാൻ ഭാവമില്ല. കാരണം 621 ഹോഴ്സ് പവറും 900 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് എന്ന് പറയുന്നത് ഇമ്മൻസ് പവറാണ്. ഇതിൻ്റെ ഈ ഹ്യൂജ് ഹെവി കാർ അതിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ കരുത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഫീൽ ചെയ്യാൻ അനുവദിക്കുന്നില്ല എങ്കിൽ പോലും. പക്ഷെ ഇതിൻ്റെ ഓസം ഫാക്ട് അതല്ല. ഈ പാർക്കിങ്ങിൽ റാമ്പ് എടുക്കുമ്പോഴും മറ്റും ഒരു നിമിഷം പോലും ഈ 5.5 മീറ്റർ നീളമുള്ള കാർ, ഇത്രയും നീളമുള്ള കാർ ഒരിക്കൽ പോലും ഹെസിറ്റേറ്റ് ചെയ്യാനോ പില്ലേഴ്സ് തട്ടുമോ എന്ന് നോക്കാനോ ഉള്ള ഒരു അവസരം കൊടുത്തിട്ടില്ല. കാരണം ഇതിൻ്റെ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മിഡ് സൈസ് സെഡാനിനെ പോലെ അത്രയ്ക്ക് എളുപ്പമാണ്. കഥ പറച്ചിലിനൊടുവിൽ മൈബാഖ് എന്ന കാർ യഥാർത്ഥത്തിൽ എന്തിനെ പറ്റിയാണ്? ഇതിൻ്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതലുള്ള പവറിനെ പറ്റിയല്ല. കാരണം ഈ കാറിൽ ഒരേ ഒരു പവർ സെൻറ്ററേ ഉള്ളൂ. ഇതിൻ്റെ പിൻ സീറ്റിലിരിക്കുന്ന നിങ്ങൾക്ക് ചുറ്റുമാണ് ലോകം തിരിയുന്നത് എന്ന് തോന്നിപ്പിക്കാനുള്ള കഴിവാണ് മൈബാഖിൻ്റെ പ്രത്യേകത. മാത്രമല്ല കുതിച്ചു പായുമ്പോൾ നിങ്ങളെ സലാം വയ്ക്കാനായി ലോകം നിശ്ചലമാകുന്നു എന്ന് തോന്നിപ്പിക്കുന്നതിൽ. അതിലാണ് മൈബാഖിൻ്റെ കഥയും കാതലും.